സ്വാതി അവിടെ നിന്ന് ചേരുകയാണ്. സ്വാതി, വിജയ് ചൗക്കിൽ നിന്ന് റാലി പാർലമെന്റ് മന്ദിരത്തിലേക്ക് നീങ്ങുകയാണോ? തീർച്ചയായും വിജയ് ചൗക്കിൽ നിന്നും പാർലമെന്റ് മാർച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാർലമെന്റ് വളപ്പിലേക്ക് പ്രതിഷേധവുമായി എംപിമാർ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചയാണ്. നിരവധിയായിട്ടുള്ള നേതാക്കൾ ഇവിടെ എന്തായാലും കൂടിയിട്ടുണ്ട്. അവരുടെ കൃത്യമായ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അമിത്ഷായുടെ പരാമർശം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഭരണഘടനാ വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നത്. രാജ്യവ്യാപകമായ പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകും എന്നതടക്കമുള്ളൊരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റ് വളപ്പിലേക്ക് പ്രതിപക്ഷവുമായി പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കറിന്റെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡുകളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. ആ പ്ലക്കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാം അംബേദ്കറാണ്, ഞങ്ങൾ എല്ലാവരും അംബേദ്കറിന് ഐക്യം അറിയിക്കുന്നവരാണ്. അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധതയാണ് ഈ പ്രസ്താവനയിലൂടെ തെളിയുന്നത്. അതുകൊണ്ട് തന്നെ അമിത്ഷാ ജനങ്ങളോട് മാപ്പ് പറയണം. ഭരണഘടനയെ തകർക്കാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായുള്ള ബിജെപിയുടെ അജണ്ടയാണ് അമിത്ഷായുടെ നാവിലൂടെ പുറത്തു വന്നത്. അതുകൊണ്ട് അമിത്ഷാ ജനങ്ങളോട് മാപ്പ് പറയണം, അമിത്ഷാ രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് അറിയിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെയാണ് എംപിമാരുടെ ഭാഗത്തു നിന്നും. കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ട്. പാർലമെന്റിലേക്ക് എല്ലാവരും ഇപ്പോൾ മാർച്ചായി കടന്നിരിക്കുകയാണ്. ഇന്നലെ പാർലമെന്റിൽ പ്രതിഷേധിച്ചപ്പോൾ ആ പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. UDF അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നേതാക്കളോട് പ്രതിഷേധിക്കരുതെന്ന് ആവശ്യം പറയുന്നു. അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കറുടെ ഉത്തരവുണ്ടായിരുന്നു. സ്പീക്കർ പറഞ്ഞത് ഇത്തരത്തിലൊരു പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല, പാർലമെന്റ് വളപ്പിനുള്ളിൽ പ്രതിഷേധിക്കാൻ കഴിയില്ല എന്നൊരു നോട്ടീസ് അടക്കം എംപിമാർക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്നുള്ള നിലപാട് ഇന്ത്യ മുന്നണി കടുപ്പിക്കുകയായിരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഈ വിജയ് ഇന്ന് രാവിലെ തന്നെ എല്ലാവരും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നതും. അംബേദ്കറിന് എല്ലാവിധ ഐക്യദാർഢ്യം അറിയിച്ചു. ജനങ്ങളെ ഇത്തരത്തിലുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ആഹ്വാനം തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമ്മളോട് പ്രതികരിച്ച എല്ലാ എംപിമാരും സൂചിപ്പിച്ചതും അത് തന്നെയാണ്. ഭരണഘടനയെ തകർക്കുവാനുള്ള ബിജെപിയുടെ നീക്കത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ നടത്തിയിട്ടുള്ളത്. എന്നിട്ടും ആ ആഭ്യന്തരമന്ത്രിയെ പിന്തുണയ്ക്കുന്ന നിലപാട് കേന്ദ്ര സർക്കാർ നേതാക്കൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. സ്വാതി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിജയ് ചൗക്കിൽ നിന്നുള്ള റാലി പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നീങ്ങുന്നത് പാർലമെന്റിലേക്കല്ലേ? അതെ അതെ അതെ. അങ്ങനെയാണെങ്കിൽ ഈ റാലി നേരെ പാർലമെന്റിലേക്കാണ് ഈ റാലി പോയിട്ടുള്ളത്. ഇപ്പോൾ പാർലമെന്റ് വളപ്പിനുള്ളിലേക്ക് ഈ മാർച്ചായി തന്നെ പോയി ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ സ്വാതി, ഒരു പ്രശ്നം, പാർലമെന്റ് പരിസരത്ത് പ്രതിഷേധത്തിനുള്ള പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശത്തെ റദ്ദ് ചെയ്തിട്ടില്ലേ? അത് വിലക്കിയിട്ടില്ലേ? അങ്ങനെ വന്നാൽ ഇവർക്കവിടെ ഈ രൂപത്തിലൊരു റാലിയായി അതിനകത്തേക്ക് കടക്കാൻ കഴിയുമോ? അതിനെ തടയുന്ന സാഹചര്യം ഉണ്ടാകുമോ? തീർച്ചയായും അതുതന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നലെ തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം പാടില്ല എന്നൊരു സമീപനം സ്വീകരിച്ചിരുന്നു. അതുകൊണ്ട് എംപിമാരെല്ലാവരും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി റാലിയുമായി അകത്തേക്ക് പോകുമ്പോൾ പോലും അവിടെ എത്തരത്തിലായിരിക്കും ഇവരുടെ നീക്കം എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്നലെ തന്നെ ഈ പ്രതിഷേധത്തിന് എല്ലാ വിലക്കും കൽപ്പിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഇപ്പോൾ പാർലമെന്റിന് ചുറ്റും ഈ മാധ്യമപ്രവർത്തകരെ അടക്കം പുറത്തേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം, അകത്തേക്കുള്ള എൻട്രി ഇല്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം പാർലമെന്റിനുള്ളിലേക്ക് മാർച്ചുമായി എംപിമാർ എത്തിയിട്ടുണ്ട്. എത്തരത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഈ വിഷയത്തെ കാണുന്നത്, എത്തരത്തിലുള്ളൊരു സമീപനമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പ്രതിഷേധിക്കാനുള്ള അവകാശം പൂർണ്ണമായും ലംഘിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കരുത് എന്ന് ഇന്ത്യ മുന്നണിയോട് പറയുന്ന, പ്രതിപക്ഷത്തോട് പറയുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നാം കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ പ്രതിഷേധങ്ങളെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്നവരെ എല്ലാം അവർക്ക് നേരെ കേസെടുക്കുന്ന നിലപാടൊക്കെ തന്നെയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി എംപിമാർ മുന്നോട്ട് പോകുക തന്നെയാണ്. ഇപ്പോൾ പാർലമെന്റിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെ പ്രതിഷേധിക്കാൻ പാടില്ല എന്ന ലോക്സഭ സ്പീക്കർ കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുന്ന സമീപനമുണ്ടായി. എത്തരത്തിലായിരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ശരത്.